മാം ഇനി എന്താ വേണ്ടത്? ഇനി നെയിം സ്ലിപ്പ് നോക്കാം. ഇതുണ്ടല്ലോ BTSന്റെ ഇതെടുത്ത് തരുമോ? BTSന്റെ പിക്ചർ ഉള്ളത് കഴിഞ്ഞു. പിന്നെ ലോഗോ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ മോനെ, ഇത് ഇഷ്ടമായിട്ടുണ്ടോ? ഓ ഇഷ്ടമായിക്കണേ ഇമ്മച്ച, ഞാൻ ഇതേ കൊട്ടയെ കൊണ്ടുപോയിട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് വരുമൊന്നും വേണ്ട, ഇനി കൊട്ടയെ കൊണ്ടുപോയിട്ടാട്ട് വല്യമാൻ്റെ അടുത്ത് ഇരുന്നേക്കോ, നമുക്ക് ബെല്ലടിച്ചാൽ നിൽക്കണം. ഇനി മോൾക്ക് എന്താ വേണ്ടേ? എനിക്ക് ചെറിയ ബട്ടർഫ്ലൈസിൻ്റെ നെയിം സ്ലിപ്പാണ് വേണ്ടത്. ഇത് നോക്ക്. ഓ ഇത് മതി. പിന്നെ മാഡം ബാക്കിയുള്ളവരുടെ ബാഗിൻ്റെ അതേ ചിത്രത്തിലുള്ള നെയിം സ്ലിപ്പ് അവരുടെ ബാഗിൻ്റെ കൂടെ തന്നെ കിട്ടും. ഇനി സെപ്പറേറ്റ് എടുക്കണം. സെപ്പറേറ്റ് എടുക്കണമെങ്കിൽ എടുക്കാം. ബാഗിൻ്റെ കൂടെയുള്ള ആ നെയിം സ്ലിപ്പ് ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരും, ഞങ്ങൾ കണ്ടിട്ടില്ലേ. ഓ അതിനെന്താ, കാണിച്ചു തരാലോ. ദേ ഇത് ബാർബിയുടെ, ഇത് സ്നോ വൈറ്റിൻ്റെ ബാഗ് എടുത്ത മോൾഡാണ്. അപ്പോൾ സ്നോ വൈറ്റിൻ്റെ മാത്രം ഉള്ള നെയിം സ്ലിപ്പ് ഇല്ല, അതുകൊണ്ടാണ് ഇത് ഈ നെയിം സ്ലിപ്പ്. ഇത് സോഫിയയുടെ, ലാസ്റ്റ് വൺ ഫ്രോസൺ പ്രിൻസസിൻ്റെ. എന്നാൽ അതൊക്കെ ബില്ലാക്കിക്കോട്ടോ. ഓക്കെ ശരി മാം. ബിന്ദു എന്നോട് ഞാൻ പറയാൻ മറന്നിക്കണേ, എന്താ അറിയോ, ദേവുവിൻ്റെ ബുക്കേ ഇപ്പച്ചി വാങ്ങിക്കണേട്ടാ, ഉസ്മാൻ്റെ ബുക്ക് വാങ്ങിയപ്പോൾ. അതെങ്ങനെ കിട്ടിയത്? ഉസ്മാൻ്റെ ബുക്ക് കൊടുക്കൽ ഇന്നലെല്ലേനിയോ, ഇന്ന് ദേവുവിൻ്റെ ആണല്ലോ. ഉസ്മാൻ 6ാം ക്ലാസ്സിലല്ലേ, അപ്പം എങ്ങനെ കിട്ടിയത്? അങ്ങനെ കിട്ടൂലല്ലോ. അടിപൊളി, അങ്ങനെയൊന്നും കിട്ടൂല. എൻ്റെ ഫോണിൽ നെറ്റില്ലേനി, അപ്പോൾ ഇന്നലെ അന്തിക്കാണ് കയറ്റിയത്. അപ്പോഴാണ് ഞാൻ മെസ്സേജ് കണ്ടത്. അപ്പം ഞാൻ ടീച്ചർക്ക് വിളിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞാൽ കുഴപ്പമില്ല, ഇന്ന് വന്ന് വാങ്ങിക്കോളിയാണ്. അപ്പോൾ പിന്നെ ഇന്ന് 7ാം ക്ലാസ് തോളത്ത് കൊടുക്കുകയാണല്ലോ, അപ്പോൾ പിന്നെ ദേവുൻ്റെ ഉണ്ടാവും എന്ന് ഞാൻ അപ്പച്ചനോട് പറഞ്ഞു. അപ്പോൾ അപ്പച്ചി വാങ്ങിക്കാണ്ട് പെരി വെച്ചിക്കണേ. ഇതിന് യൂണിഫോം അടിച്ചാൽ വേണ്ടി എനിക്ക് കൊണ്ടുവന്ന് തരൂലേ, അപ്പോൾ എന്താ വാങ്ങിയാൽ മതി കേട്ടോ. ഇപ്പോഴാ ഒരു സമാധാനമായേ, അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പോവേണ്ടിയിരുന്നു. രാജേഷ് ചേട്ടനാണെങ്കിൽ ഒഴിവില്ല. ഇനി എന്നാണാവോ രാജേഷ് ചേട്ടനൊന്ന് ഒഴിവ് കിട്ടുകയെന്നിങ്ങനെ ഓർത്തിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ടെൻഷനൊന്നും അടിച്ചേണ്ട കാര്യമല്ലല്ലോ, അപ്പം ഞങ്ങൾ വാങ്ങിക്കണല്ലോ. ഈ പിള്ളേരെന്തൊക്കെയാണ് എവിടെ നോക്കുന്നത്? ഇനി അവിടെ നിന്ന് ഓരോ സാധനം എടുക്കാൻ. മക്കളെ വായോ, വീട്ടിൽ പോവാനായി. അല്ലടി നീ മാത്രമേ വന്നുള്ളൂ, മാളൂസ് എന്തിയേ? ഷോപ്പിംഗ് കഴിഞ്ഞാണ്ടേ ഞാനും ചേട്ടനും മാളൂസും കൂടെ ചേട്ടൻ്റെ വീട്ടിൽ വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ആണെങ്കിൽ നാത്തൂനും മക്കളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവക്ക് അവിടെ നിൽക്കണം. അപ്പോൾ എന്നാൽ അവിടെ നിന്നോട്ടെ, ഇനിയിപ്പോൾ രാത്രിയാവുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തിയേക്കാം. എടി ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ, ഈ ദേവൂടെയും മിന്നൂസിൻ്റെ ഡ്രസ്സ് എവിടുന്നാണ് മേടിച്ചത്? നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാ. ഇത് മാത്രമല്ല, ഒരാൾക്ക് 5 സെറ്റ് വീതം മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ വരുന്നത്, കട്ടിയുള്ള ഡ്രസ്സൊന്നും അലക്കിയിട്ടാൽ ഉണങ്ങത്തേ ഇല്ല. ഇതാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങുന്ന മെറ്റീരിയലാണ്, അതുകൊണ്ട് മേടിച്ചതാ. മാത്രമല്ല മക്കൾക്ക് ഇത് ഇടാൻ ഭയങ്കര കംഫർട്ടായിരിക്കും. അത് ശരി, മാളൂസിനും മേടിക്കണം എന്നാൽ. എടി ഞാൻ ഡ്രസ്സ് മാത്രമൊന്നുമല്ല, ഞാൻ ലിപ്സ്റ്റിക്കും എല്ലാം, മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഞാൻ ഓൺലൈനിൽ നിന്നാണ് മേടിക്കുന്നത്. പിന്നെ ഈ 3/4 ടീഷർട്ടും ഷോർട്ട്സും ടീഷർട്ടും ഉണ്ട്. അല്ലടി നീ 5 സെറ്റ് ഡ്രസ്സൊക്കെ മേടിച്ചപ്പോൾ ഒരാൾക്ക് തന്നെ നല്ല വിലയായി കാണുമല്ലോ. ഞാനതിന് ഓഫറുള്ള ടൈമിലാണ് മേടിക്കാറ്. നിനക്കറിയാം ഈ ഓൺലൈനിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു തന്നെ. നമ്മൾ ആദ്യമൊക്കെ സാധാ ടെക്സ്റ്റൈൽസിൽ നിന്നൊക്കെ അല്ലായിരുന്നോ മേടിക്കാറ്? അതോ, എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തി, എൻ്റെ ചേച്ചിയുടെ മോൾക്ക്, എൻ്റെ ചേട്ടൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഈ ഓൺലൈനിൽ തന്നെ മേടിക്കുന്ന ചെരുപ്പ്, ഷൂസ്, എല്ലാ സാധനങ്ങളും. അപ്പോൾ എൻ്റെ അനിയത്തി ഒരു ദിവസം പറഞ്ഞപ്പോൾ ഞാനങ്ങ് മേടിച്ച് നോക്കിയതാ. അത് ശരി. കണ്ണന് മേടിച്ചില്ലേ? അവന് മേടിച്ചിട്ടുണ്ട്. അവനിപ്പോൾ ഉറക്കാം. അവനങ്ങനെ ടീഷർട്ടൊന്നും അധികം ഇടൂല. അത് ശരി. ഒത്തിരി സമയമായല്ലേടി, ഞാൻ പോവാട്ടോ. മാളൂസിൻ്റെ ബുക്കൊക്കെ കവർ ചെയ്യാനില്ലേ? പിന്നെ ഞാൻ രാത്രി റംലയുടെ വീട്ടിലൊന്ന് പോകുന്നുണ്ട്. എനിക്ക് മുട്ട മേടിക്കണം. അപ്പോൾ ദേവ് പോരുന്നോ? നിനക്ക് എന്നാൽ യൂണിഫോം തയ്ക്കാനും കൊടുക്കാം, നിൻ്റെ പുസ്തകം അവിടുന്ന് മേടിച്ചുകൊണ്ട് വരികയും ചെയ്യാം. നീ പോകുന്നുണ്ടോ? എന്നാൽ ഞാനും വരുന്നുണ്ട്. ഞാൻ തൈര് മേടിക്കണമെന്ന് ഓർത്തിട്ട് കുറേ ദിവസമായി. റംലയുടെ വീട്ടിലാകുമ്പോൾ നല്ല നാടൻ തൈര് കിട്ടുകയും ചെയ്യും. അതെ. എന്നാൽ ഞാനേ വീട്ടിൽ പോയിട്ട് രാത്രിത്തേന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കട്ടെ, എന്നിട്ട് ഞാൻ വിളിക്കാൻ പോകാനാവുമ്പോൾ. ശരി. ഞാൻ ചപ്പാത്തി വരത്തിയിട്ട് കുറച്ചെണ്ണം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, ഇനി അതെനിക്ക് ചൂടാനേ ഉള്ളൂ. എന്നാൽ മക്കളെ, നിങ്ങൾ ഈ റൂമിൽ പോയിട്ട് അലമാരയിൽ യൂണിഫോമിൻ്റെ ശീല ഇരിപ്പുണ്ടാവും, അതൊരു കവറിലിട്ട് കൊണ്ടുപോയോ. എന്നാൽ ശരി കേട്ടോ, ഞാൻ എന്നാൽ പോവട്ടെ.